ഒരിക്കലും ഇല്ല, സഹകരിക്കാൻ പറ്റില്ല. അതിന് മരിച്ചില്ലല്ലോ, മരിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞുതരാം, ഇവിടെ സംശയമുള്ളതുകൊണ്ട് നാട്ടുകാരെ നാട്ടുകാരെ ഇനി കൊണ്ടുവരണം, നമുക്ക് കൊണ്ടുവരുന്ന നാട്ടുകാർ ഇത് പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് അമ്മയ്ക്ക് പറ്റൂല. സമാധി ഈ മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകാരെ ഇപ്പം കൊണ്ടുവരണം. നിങ്ങളാണ് ആണുങ്ങൾ. മരിച്ചു കൊണ്ടുവന്ന നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാം. നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാം. സത്യമാണ്. ശിവൻ പൂജ അങ്ങേര് നടന്നു പോയി. അങ്ങേര് കൂടെ പൂജ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കാപ്പികൾ കുടിച്ച് എല്ലാം ഒക്കെ കഴിഞ്ഞ് മരുന്നുകളെ കുറച്ച് ഇരുന്ന് ക്ഷീണമെല്ലാം തീർത്തിട്ട് നമ്മളെ വീട്ടിനകത്തുള്ള പെണ്ണുങ്ങൾ ജോലി ചെയ്യുമ്പം എന്നും പതിവാണ് ഈ കൃഷിയിടത്തിൽ വൈകുന്നേരം വെയിൽ കഴിയുമ്പോഴും ഈ 11:30 മുകളിൽ അധികം ചൂടാകുമ്പോൾ ഇങ്ങേഷ് പോരും. ഇത് പതിവാണ്. ഇന്നും ആദ്യമായിട്ടല്ല അവർ ധ്യാനത്തിൽ കയറി. വർഷങ്ങൾക്ക് മുമ്പ് 25 വർഷത്തിന് മുമ്പ് മരുത്തുമലയിലും ഓരോരോ ആശ്രമങ്ങളിലും കടന്നിയ ആളാണ്. ഇന്ന് ആദ്യമായിട്ട് എല്ലാവരും ചെന്ന് കോവിലിൽ കുളിച്ച് തൊഴുതിട്ട് വരും പോലെയല്ല. ഈ ദിവസം സമാധിയാവുമെന്ന് അമ്മയോട് പറഞ്ഞിരുന്നോ? പറഞ്ഞു 2 ദിവസം കഴിയുമ്പോൾ ഞാൻ സമാധിയാവും എന്നിട്ട് പറഞ്ഞ് ആ സമാധിയാവുന്നില്ല. ഞാൻ ഇനി 2 ദിവസം ഞാൻ പോകും. ഞാൻ എവിടെ പോകണമെന്ന് ചോദിച്ചവൻ പറഞ്ഞ് അതൊക്കെ ഇത്രയും പറഞ്ഞ് നിർത്തി. പിന്നെ സംസാരിച്ചില്ല. അപ്പം ഞാൻ ചുമ്മാ തമാശ കൂടെ ഇവർ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും തമാശ പറയും പോലെ എന്ന് തോന്നി. അപ്പം ഇങ്ങനെ ഇത്ര പെട്ടെന്ന് സമാധിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മോൻ്റെ കൂടി പറഞ്ഞിട്ടുണ്ട് എല്ലാം. എൻ്റെ കൂടി പറഞ്ഞാൽ ഞാൻ കരയും, വെള്ളം കുടിക്കില്ല എന്നൊക്കെ അവർക്ക് അറിയാം. സമാധിയായ സമയത്ത് മോൻ പറഞ്ഞപ്പം അമ്മ അവിടെ വന്നോ? ഈ സ്ഥലത്ത് വന്നോ? പിന്നെ എനിക്ക് വരണ്ടേ? കൊള്ളാം. എൻ്റെ ഭർത്താവ് ഇങ്ങനെ സമാധിയായി കഴിഞ്ഞിരുന്നോ? സമാധിയായി കഴിഞ്ഞ് ദേഹമെല്ലാം നല്ല ചൂടായിരുന്നു. അപ്പം ഞങ്ങളുടെ മക്കളെ ചൂടുണ്ടല്ലോടാ. അപ്പോൾ എൻ്റെ മോൻ മരിച്ചത്, എൻ്റെ അമ്മയൊക്കെ മരിച്ചത് എനിക്കറിയാം. മക്കളെ അമ്മ അവരൊക്കെ 8 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെ ദേഹം തണുക്കണത്. ഇത് അച്ഛൻ സമാധിയായ പെട്ടെന്നൊന്നും തണുക്കൂല. വന്നുമ്പോഴും ആത്മാവിന് ശ്വാസത്തിന് വന്നുമ്പോഴാളെ ഞാൻ കണ്ടില്ല. ഇതെല്ലാം കണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ദേഹത്തിന് ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് ഞാൻ അങ്ങനെ കുറച്ച് നേരം നമസ്കാരം പറഞ്ഞുകൊണ്ടിരുന്നപ്പം പിന്നെ എല്ലാം ഇങ്ങനെ നിവർന്നിരുന്ന സമയത്ത് മോൻ പറഞ്ഞു, അമ്മ ഇത് അച്ഛൻ പോയതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നെയ്യാറ്റിൻകരയിൽ നടന്ന മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഗോപൻ സ്വാമിയെ കാണാതായിട്ട് ഏകദേശം 2-3 ദിവസങ്ങളായി. അദ്ദേഹം സ്വയം സമാധിയായതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 2 പുത്രന്മാരും ഒരേ അഭിപ്രായത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ അമ്മ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഏകദേശം രാത്രിയോടുകൂടി മൂത്ത മകൻ അമ്മയെ വിളിച്ചു കൊണ്ടുവന്ന് അച്ഛനെ കാണിക്കുകയായിരുന്നു. ആ കാണിക്കുന്ന സമയത്ത് അച്ഛൻ്റെ നെഞ്ചെടുപ്പ് ഉണ്ടായിരുന്നു എന്നും ആ പ്രാണൻ വിട്ടുപോകുന്ന സമയത്ത് താൻ അത് നേരിൽ കണ്ടിരുന്നു എന്നും ഏകദേശം ഈ മരണപ്പെടുന്നതിൻ്റെ 2 ദിവസം മുൻപ് തന്നെ അച്ഛൻ താൻ സമാധിയാകാൻ വേണ്ടി പോവുകയാണ് എന്ന് തൻ്റെ ഭാര്യയോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു എന്നാണ് ഈ അമ്മ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറയുന്നത്. എന്നാൽ ഈ മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ പറയുന്ന ഏതാനും ചില വാക്കുകളും അതുപോലെ തന്നെ അവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കളക്ടർ അദ്ദേഹത്തിൻ്റെ മറവ് ചെയ്ത സ്ഥലം പൊളിക്കാൻ ഉത്തരവിടുകയും ആ പൊളിക്കാൻ വരുന്ന സമയത്ത് അവിടെ മകനും അതുപോലെ തന്നെ മൂത്ത മകനും ഈ അമ്മയും ഭാര്യയും ചേർന്നുകൊണ്ട് അവരെ കല്ലറ പൊളിക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. ആ ദൃശ്യങ്ങൾ കൂടി നിങ്ങൾക്കൊന്ന് കാണാവുന്നതാണ്. അച്ഛൻ എത്ര വർഷം കൊണ്ട് പറയാം. മരുത്തുമലയിൽ ഒരു ആശ്രമമുണ്ട്. അച്ഛൻ സന്യാസ ജീവിതത്തിൽ എന്റെ അച്ഛന്റെ പവിത്രത കളഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മളെ മൃത്യു കണ്ടിട്ടേ തൊടുള്ളൂ. ഞാൻ മൃത്യായിരിക്കും കാണാൻ പോണത്. ഇല്ല അങ്ങനെ പറയണ്ട. എവിടെ അങ്ങനെയൊന്നും പറയണ്ട. എന്റെ സമാധി എന്താണ്? ആദ്യം സമാധി എന്തെന്ന് നിങ്ങളെല്ലാം പഠിച്ചിട്ട് വരും.
ആദ്യം ഈ മുസ്ലിം തീവ്രവാദികളാണ് സത്യ തീവ്രവാദികളാണ് അവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലുണ്ടാക്കുന്നത്. അപ്പോൾ കല്ലറ പൊളിക്കാൻ വേണ്ടി വന്ന പോലീസ് സംഘത്തെ ഈ ഗോപൻ സ്വാമിയുടെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ 2 മക്കളും ചേർന്ന് തടയുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടത്. തീർച്ചയായിട്ടും ഈ സംഘർഷപൂർണമായ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് പോലീസ് ആ ഒരു പ്രവർത്തനം ഉപേക്ഷിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി വീണ്ടും ഒരു തീയതി തീരുമാനിച്ചതിന് ശേഷം മാത്രമായിരിക്കും ആ കല്ലറ തുറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് ആ ബോഡി പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ മുസ്ലിം തീവ്രവാദികളാണ് ഇതിൻ്റെ എതിരെ പ്രവർത്തിക്കുന്നത് എന്നും അല്ലാതെ ആരും തന്നെ ഞങ്ങൾക്ക് എതിരായി ഇവിടെ ഇല്ല എന്നും ആ മകൻ പറയുന്നുണ്ട്. തൻ്റെ ആത്മാവിനെ ത്യജിച്ചതിന് ശേഷം മാത്രമേ തൻ്റെ അച്ഛൻ്റെ കല്ലറ തുറക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്ന് അദ്ദേഹം ഉച്ചത്തിൽ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. എന്നാൽ ഇതിനെക്കുറിച്ച് എന്താണ് ശരിക്കുള്ള അഭിപ്രായം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ 3 പേർക്കും ഏകദേശം ഒരേ അഭിപ്രായമല്ല എന്ന് ഈ മക്കളുടെ അഭിപ്രായങ്ങളും അമ്മയുടെ അഭിപ്രായം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അമ്മയോട് ആദ്യം തന്നെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊരു മകൻ പറയുമ്പോൾ മറ്റേ മകൻ പറയുന്നുണ്ട് തന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു എന്നും, എന്നാൽ അമ്മയോട് പറഞ്ഞിട്ടില്ല എന്ന് മൂത്ത മകൻ പറയുന്നത്. എല്ലാം തന്നെ ഒരു അഭിപ്രായ ഏകീകരണമില്ലാത്തതുപോലെ നമുക്ക് അഭിപ്രായങ്ങൾ തന്നെ കേട്ടാൽ മനസ്സിലാവുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് മൂത്ത മകൻ്റെയും ഇളയ മകനും ഈ മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ എന്താണ് പറയാനുള്ളത് എന്ന് ആദ്യമായി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ തന്നെ ഈ മരണത്തിൻ്റെ ദുരൂഹത എത്രമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്താ പറഞ്ഞു പോവുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ വീട്ടിൽ വന്ന് മരുന്ന് ഗുളിക അച്ഛന് BP ഷുഗറും ഉണ്ട്. BPക്കുള്ള ഗുളികയും കഴിച്ചു. ഇതിനെല്ലാം കഴിച്ച് പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് അച്ഛൻ കഞ്ഞിയൊക്കെ കുടിച്ചു സമാധിയാവാൻ പോകുന്നതെന്ന് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് അച്ഛൻ സമാധി ഇരുന്നത്. ഇവിടെ പുതുക്കോടിയൊക്കെ തട്ടി എല്ലാം ശിവമയം ഇത്ര തന്നെ എല്ലാം പുതിയ അച്ഛൻ തന്നെ കൊടുത്ത് പത്മാസനത്തിലാണ് ഇരുന്നത്. കിഴക്കോട്ട് ദർശനമാണ് അച്ഛൻ. അച്ഛൻ കിഴക്കോട്ടാണ് ഇരിക്കുന്നത്. ഇത് മയിലാടി നിന്നൊക്കെ അതിൻ്റെ കല്ലൊക്കെ അച്ഛൻ ഓർഡർ ചെയ്ത് നേരത്തെ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പീഠമൊക്കെ നേരത്തെ അച്ഛൻ കെട്ടിയിട്ട് ഞാൻ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെന്ന് വയറിൽ പതപ്പില്ല, ഒരു അനക്കവും ഇല്ല. അച്ഛന്ന് കുറേ സമയം ഇങ്ങനെ വിളിച്ചു നോക്കിയിരുന്നു, എന്നാൽ ഒരു അനക്കവും ഇല്ല ഇങ്ങനെ. എന്നിട്ട് നമുക്കപ്പോൾ മനസ്സിലായി എന്തായാലും അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ സമാധിയാകുമെന്ന്. അനുജൻ്റെ അടുത്തും അച്ഛൻ പറഞ്ഞിട്ടാണ് സമാധി ആയിട്ടുള്ളത് അന്നേരം. ഇതിപ്പോൾ ശരിക്കും സമാധി ആയത് അനിയൻ എന്നെ വിളിച്ചു പറഞ്ഞു അച്ഛന് അത്യാവശ്യമായിട്ട് കാണണം വരുമെന്ന് ചോദിച്ചായിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ ഏകദേശം എനിക്ക് എൻ്റെ ഓർമ്മയിൽ 12:30 കഴിയും. കാര്യം അവിടെ നിന്ന് പറഞ്ഞല്ലോ നിയമത്തിൽ. അപ്പോൾ ഞാൻ എന്നിട്ട് അച്ചാന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ ഒരനക്കമില്ല. അപ്പോൾ 3ആളുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ട് കാണും. 2 മക്കളും അതുപോലെ തന്നെ ആദ്യം അമ്മയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കൂടി ഒത്തു നോക്കുമ്പോൾ തീർച്ചയായിട്ടും വാക്കുകൾ ഒരു പൊരുത്തപ്പെടായ്മ തീർച്ചയായിട്ടും അതിൽ ഉണ്ട്. അനിയൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ അച്ഛൻ മരിച്ചിരുന്നുവെന്ന് അനിയൻ പറയുന്നത്. കൈകൾ പിടിച്ചുകൊണ്ട് നോക്കിയപ്പോഴും എല്ലാം അദ്ദേഹത്തിൻ്റെ പ്രാണൻ പോയതായ സമയത്തായിരുന്നു. അഞ്ചൻ ഏകദേശം രാത്രി 12:30 അവിടെ എത്തിയിരുന്നത്. എന്നാൽ അമ്മ പ്രാണൻ പോകുന്നതിന് മുന്നെയാണ് അനുജൻ വിളിച്ചുകൊണ്ട് കാണിച്ചത് എന്നും ആ സമയത്ത് പ്രാണൻ ഉണ്ടായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അഭിപ്രായങ്ങളെല്ലാം കൂടി കേട്ട് കാണുമ്പോൾ എന്തൊക്കെ ഒരു ദുരൂഹത ഉള്ളതുപോലെ നമുക്കും തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഭാവിയിൽ ആ കല്ലറ തുറന്ന് പരിശോധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ എല്ലാ അഭിപ്രായങ്ങളും കേട്ടതിന് ശേഷം അവരെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അവർ ഹൈക്കോടതിയിലേക്ക് ഒരു പെറ്റീഷനുമായി പോവുകയാണ്. ഹിന്ദു ആചാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ഒരു പ്രവർത്തനവുമായി സർക്കാർ മുന്നോട്ട് പോകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ വക്കീലിനെ കണ്ട് തീർച്ചയായിട്ടും നിയമ നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ആ നിയമം അനുശാസിക്കുന്ന വഴിയിൽ തന്നെ അതിൻ്റെ തുടർ നടപടികൾ നടക്കട്ടെ. തീർച്ചയായിട്ടും നാട്ടുകാർക്ക് കൂടി ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് പറഞ്ഞിരുന്നതാണ് 3 ദിവസം വ്യാഴാഴ്ച നടന്ന സംഭവമാണിത്. വെള്ളിയാഴ്ചയാണ് ഇവിടെ പുറത്തൊരു പോസ്റ്റർ ഒട്ടിച്ചിട്ട് 9-ാം തീയതി നടന്നത്. 9-ാം തീയതി നടന്നു. ഇവർ ബോഡിയൊക്കെ അടക്കം ചെയ്തു. അത് കഴിഞ്ഞ് 10-ാം തീയതിയാണ് രാവിലെ അല്ല ഉച്ചയ്ക്ക് ഒരു പോസ്റ്റർ കൊണ്ടൊട്ടിക്കുന്നത്. അപ്പോഴാണ് ഈ അയൽവക്കത്തുള്ളവരും അടുത്തുള്ളവരും ബന്ധുക്കളും അറിയുന്നത്. അപ്പോൾ ഇതിൻ്റെ അദ്ദേഹം 3-4 ദിവസം കൊണ്ട് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. എങ്ങനെയാണ് മരിച്ചു എന്നറിയാനുള്ള ദുരൂഹത അത് നീക്കുക. ഈ ജനങ്ങളുടെ ദുരൂഹത മാറ്റി ഇതിന് വ്യക്തമായ ഒരു അന്വേഷണം ആവശ്യമാണ്. വന്ന് നിന്നുകൊണ്ട് ഇവിടെ ഹിന്ദു മുസ്ലിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് വർഗീയ തിരിച്ച് സംസാരിക്കും. ഇവിടെ ഒരു ഹിന്ദുവും ഇല്ല, ഒരു മുസ്ലിമും ഇല്ല. ഇവിടെ പോലീസിന്റെ നിയമം വശമാക്കി പോലീസ് നിയമം നടപ്പിലാക്കുക, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഹിന്ദുവും ഇല്ല, മുസ്ലിമും ഇല്ല, ഒന്നുമില്ല. ഇവിടെ നിയമം നടപ്പിലാക്കാൻ ഒരൊറ്റ കാര്യമുള്ളൂ.
ഇവിടെ വന്ന് നിന്ന് പച്ചയ്ക്കാണ് വർഗീയത പറയുന്നത്. ഇവിടെ ഒരു വർഗീയതയുമില്ല, ഇവിടെ ഒരു വേർതിരിവുമില്ല. ഇവിടെ ഇവിടെ എന്ന് പറയുന്നു, ഇവിടെ എന്തിനാണ് പൊളിക്കുന്നത്? നിങ്ങൾ കബർ പോയി പൊളിക്കാത്തത്? അത് കേട്ടോണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ആൾക്കാർ. ഇവിടെ വർഗീയത എന്നുള്ള സംഭവമേ ഇല്ല. എല്ലാ ആൾക്കാരും ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നവരാണ്. ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ ആവശ്യം പോലീസ് നിയമം നടപ്പിലാക്കുക. നമ്മൾ മാറി നിൽക്കുന്നു, പോലീസിന്റെ ജോലിയായി. പക്ഷേ പച്ചയ്ക്ക് വർഗീയത പറയാൻ പാടില്ല. ഇവിടെ നിന്ന് ഇത് കേരളമാണ്, വർഗീയത അംഗീകരിക്കുന്ന സ്ഥലമല്ല. കൂടി നിങ്ങൾ കേട്ടുകാണും. നാട്ടുകാർ പറയുന്ന ഇവിടെ ഒരു വർഗീയതയ്ക്കും യാതൊരു അടിസ്ഥാനവുമില്ല, ഇത് കേരളമാണ്, ഇവിടെ വർഗീയതയ്ക്ക് യാതൊരു പേരും ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് മതേതരത്വമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് നാട്ടുകാർ തന്നെ പറയുകയാണ്. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടലോടുകൂടി ആ കല്ലറ തുറന്ന് പരിശോധിക്കുകയും അതുപോലെ തന്നെ ഈ മരണത്തിലെ ദുരൂഹത തീർച്ചയായിട്ടും കേരള പോലീസ് നീക്കിത്തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ അദ്ദേഹം കിടപ്പിലായിട്ട് ഏകദേശം കുറച്ച് മാസങ്ങളായി എന്നും അദ്ദേഹത്തിന് എണീച്ച് നടക്കാൻ വേണ്ടി സാധിക്കില്ല എന്നും കിടന്ന കിടപ്പിലാണ് എന്ന് അദ്ദേഹം ഒരു രോഗിയാണെന്ന് പറയുന്നു. അദ്ദേഹം എങ്ങനെയാണ് അവിടെ നിന്ന് നടന്നുകൊണ്ട് ഈ സ്ഥലത്തെത്തി കർമ്മങ്ങൾ ചെയ്ത് അവിടെ സമാധിയായത് എന്നാണ് നാട്ടുകാർ വരെ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ചോദ്യത്തിന് ഒരു ഉത്തരം അടുത്ത ദിവസം കേരള പോലീസ് തരുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും നല്ല വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.